നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 1-ാം തീയതി, 1201 ആണ്ട് കർക്കടക മാസം 16-ാം തീയതി ശനിയാഴ്ച. ഇന്ന് ശനിയാഴ്ചയാണ്, ശനീശ്വരൻ്റെ ദിവസമാണ്. നമ്മൾ ശനിക്കൊരു പ്രത്യേകതയുള്ളത്, ശനിദേവൻ തരും പോലെ ഒരു ഗ്രഹം തരത്തില്ല. ശനി ഒരാളിനെ ബുദ്ധിമുട്ടിക്കുന്നത് പോലെ ഒരു ഗ്രഹം ബുദ്ധിമുട്ടിക്കുകയില്ല. ഇന്ന് ചതയം നക്ഷത്രമാണ്, തൃതീയയാണ്. ഇതെല്ലാം ഒത്തു വന്നിട്ടുണ്ട് എങ്കിലും ആഴ്ച ശനിയാണ്. ഓരോ ദിവസവും ഓരോ ഗ്രഹത്തിൻ്റെ സ്വാധീനത്തിലാണ്. ഇന്ന് ശരീര സ്വാധീന വലയത്തിലാണ് ഈ ദിവസം. അതുകൊണ്ടാണ് ശനിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും ശ്രദ്ധ വേണം. കാരണം ശനിയെ വിളിക്കുന്നത് മന്ദൻ എന്നാണ്. മന്ദൻ എന്ന് പറഞ്ഞാൽ പതുക്കെ സഞ്ചരിക്കുന്നവൻ. നമ്മൾ ഓടുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല എന്നൊന്നും അല്ല, നമ്മൾ കാണിക്കുന്ന സ്പീഡ് അനുസരിച്ച് കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി സൂക്ഷിച്ചായിരിക്കണം ഓരോ കാര്യങ്ങളും നടത്തേണ്ടത്. അതുപോലെ തന്നെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, കർക്കിടക മാസത്തിലെ ചതയം നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. വാർഷിക ഫലം, അതാണ് ബർത്ത്ഡേയുടെ ഫലം എന്ന് പറയുമ്പോൾ വാർഷിക. മറ്റതൊരു ദിവസത്തെ ഫലമാണ്. ദിവസത്തെ ഫലം കൊള്ളില്ല, നമ്മളൊന്ന് ദിവസം ശ്രദ്ധിച്ചങ്ങ് പോയാൽ മതി. അപ്പോൾ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ സൂക്ഷിക്കണം. കാരണം ഈ ഒരു വർഷം നിങ്ങൾക്ക് അത്ര ഭാഗ്യദായകമായ ഒരു വർഷമല്ല. പലതരത്തിലെ തടസ്സങ്ങൾ, പ്രത്യേകിച്ച് മന്ദീഭാവം, എല്ലാ കാര്യങ്ങൾക്കും ഇഴച്ചിൽ വരും, സാമ്പത്തിക നഷ്ടം ഉണ്ടാവും, ശാരീരിക ബുദ്ധിമുട്ടുകൾ വരുത്തും. ശനിയെ മന്ദനെന്നും ശനി മൊണ്ടിയുമാണ്, അതുകൊണ്ട് മുണ്ടലുണ്ടാക്കും. അപ്പോൾ കാലിന് ബുദ്ധിമുട്ട് വരുത്തും, അതായത് ആക്സിഡൻറ്റ് വരാം, സാമ്പത്തിക നഷ്ടം വരാം, ശത്രുക്കളുടെ എണ്ണം കൂടാം. ഇങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കുടുംബത്തിലും നമുക്കും വരാനിടയുള്ളത് കൊണ്ട് നമ്മൾ ശനീശ്വരനെ പ്രീതിപ്പെടുത്തി പോകണം. ഒരു വർഷമുണ്ട്. ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കുകയും ശനിവ്രതം നോക്കുകയും ശനിയുടെ പിതാവായ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു പോകുമ്പോൾ ഈ ശനിയുടെ ദോഷഭാവം കുറയും. ശനി സൂര്യപുത്രനാണെങ്കിൽ പോലും ഛായാദേവിയുടെ മകനാണ്. ഛായ എന്ന് പറഞ്ഞാൽ ഷെയ്ഡാണ്, അപ്പോൾ നിഴലിൻ്റെ മകനാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഇരുട്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരു നിഴൽ പോലെ, ഒരു മങ്ങൽ പോലെ നമുക്ക് അനുഭവപ്പെടും. മുന്നോട്ട് ഈസി ആയിട്ട് കണ്ടുപോകാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് ആ മറ മാറാൻ വേണ്ടിയിട്ടാണ് ശനിയെ പ്രീതിപ്പെടുത്തി സൂര്യഭഗവാനെ തൊഴുത് പോകുമ്പോൾ ഈ ദോഷത്തിൽ നിന്ന് അതിജീവിച്ച് പോകാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല. ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാല സമയം കൂടി നോക്കിക്കൊള്ളുക. 9 മണി മുതൽ 10:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാഹുകാല സമയം 9 മണിക്കല്ല, 9:24 തുടങ്ങുള്ളൂ. 10:30 മണിക്ക് തീരുവില്ല, 10:58 രാഹുകാലം തീരുള്ളൂ. അപ്പോൾ ഈ രാഹുകാല സമയം നോക്കി വേണം ഓരോ കാര്യത്തിന് ഇറങ്ങാൻ. അതുപോലെ ഇന്നും നമുക്ക് ഗുളികകാല സമയവും യമകണ്ഠ കാല സമയമുണ്ട്. കാരണം മറ്റത് യാത്രയ്ക്ക് മാത്രമേ രാഹുകാലം നോക്കേണ്ടതുള്ളൂ. യമകണ്ഠനെയും ഗുളികനെയും എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കണം. അതിൽ ഗുളികൻ്റെ ബന്ധം വരുന്ന സമയം 6:18 തൊട്ട് 7:51 വരെയും, രാവിലെ തന്നെ അങ്ങ് തീരെയാണ്. അതുപോലെ ഗുളികൻ തീർന്നാൽ യമകണ്ഠൻ്റെ സമയം വരുന്നത് 2:04 തൊട്ട് 3:37 വരെയും. ഈ 2 സമയവും ശ്രദ്ധിക്കണം. അതുപോലെ ഇന്നും നമുക്ക് മുഹൂർത്തത്തിൻ്റെ രാജാവായ അഭിജിത്ത് മുഹൂർത്തമിട്ട് ചില കാര്യങ്ങൾ ഇന്നേ ദിവസം ചെയ്തേ തീരുള്ളൂ എന്നുള്ള അവസ്ഥ വരികയാണെങ്കിൽ മാത്രം അഭിജിത്ത് മുഹൂർത്തം എടുക്കണം. അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 12:07 തൊട്ട് 12:55 വരെ 48 മിനിറ്റിനകത്ത് 4 മിനിറ്റ് ഇടയ്ക്കൊഴിച്ച് 44 മിനിറ്റ് നമുക്ക് ഉപയോഗിക്കാം. ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിൽ സൂക്ഷിക്കണം. ശനീശ്വരൻ്റെ കളറായ
നീല വസ്ത്രമോ കറുത്ത വസ്ത്രമോ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിടവരും. ശനിയുടെ പോസിറ്റീവ് എനർജി അവരിലേക്ക് കയറും. അപ്പോൾ നമുക്ക് ശനിയുടെ നെഗറ്റീവ് നമ്മളെ ബാധിക്കാതെ ഒരു സംരക്ഷണം, ഒരു ഓറ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പോസിറ്റീവ് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.